സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഭൗതിക ശാസ്ത്രത്തിൽ നിന്നുമുള്ള 50 ചോദ്യങ്ങളാണ്. സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് പഠിച്ചിട്ടുള്ളവർക്ക് ഒരു ക്വിക്ക് റിവിഷൻ ആവാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ആൻസേഴ്സ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ബലത്തിന്റെ SI യൂണിറ്റ് ഏതാണ്? ബലത്തിന്റെ SI യൂണിറ്റ് ന്യൂട്ടൺ ആണ് ബലത്തിന്റെ SI യൂണിറ്റ്. ബലത്തിന്റെ SI യൂണിറ്റ് ന്യൂട്ടൺ. ബലത്തിന്റെ CGS യൂണിറ്റ് ഏതാണ്? ബലത്തിന്റെ CGS യൂണിറ്റ് ഡൈൻ ആണ്. ഡൈൻ. ബലത്തിന്റെ SI യൂണിറ്റ് ന്യൂട്ടൺ, ബലത്തിന്റെ CGS യൂണിറ്റ് ഡൈൻ. 1 ന്യൂട്ടൺ എത്ര ഡൈൻ ആണ്? 1 ന്യൂട്ടൺ എന്ന് പറയുന്നത് എത്ര ഡൈൻ ആണ്? 10⁵ ഡൈൻ ആണ് 1 ന്യൂട്ടൺ എന്ന് പറയുന്നത്. 10⁵ ഡൈൻ ആണ് 1 ന്യൂട്ടൺ എന്ന് പറയുന്നത്. ഒരു വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലം. ഒരു വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് ഭാരം. ഒരു വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് അതിൻ്റെ ഭാരം. പ്രകൃതിയിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ബലം ഏതാണ്? പ്രകൃതിയിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ബലമാണ് ന്യൂക്ലിയർ ബലം. ന്യൂക്ലിയർ ബലമാണ്, ന്യൂക്ലിയർ ഫോഴ്സ് ആണ് പ്രകൃതിയിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ബലം, ന്യൂക്ലിയർ ബലം. പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായിട്ടുള്ള ബലം ഏതാണ്? പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായിട്ടുള്ളത് ഗുരുത്വാകർഷണ ബലം അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം. ഏറ്റവും ശക്തമായത് ന്യൂക്ലിയർ ബലം, ഏറ്റവും ദുർബലമായത് ഭൂഗുരുത്വാകർഷണ ബലം. അടുത്ത ചോദ്യം, മുടിയിൽ ഉരസിയ പ്ലാസ്റ്റിക് പേനയ്ക്ക് ചെറിയ കടലാസു കഷ്ണങ്ങളെ ആകർഷിക്കുവാൻ കഴിയുന്ന ബലം. മുടിയിൽ ഉരസിയ പ്ലാസ്റ്റിക് പേനയ്ക്ക് ചെറിയ കടലാസു കഷ്ണങ്ങളെ ആകർഷിക്കാൻ കഴിയുന്ന ബലം സ്ഥിത വൈദ്യുത ബലമാണ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. സ്ഥിത വൈദ്യുത ബലം അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് മൂലമാണ് മുടിയിൽ ഉരസിയ പ്ലാസ്റ്റിക് പേനയ്ക്ക് ചെറിയ കടലാസു കഷ്ണങ്ങളെ ആകർഷിക്കാനായിട്ട് കഴിയുന്നത്. സ്ഥിത വൈദ്യുത ബലം അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തെക്കാൾ എന്തായിരിക്കും? ഉരുളൽ ഘർഷണം എന്ന് പറയുന്നത് നിരങ്ങൽ ഘർഷണത്തെക്കാൾ എപ്പോഴും എന്തായിരിക്കും? കുറവായിരിക്കും. ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തെക്കാൾ കുറവായിരിക്കും. ഘർഷണം കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കൾ അറിയപ്പെടുന്നത്. ഘർഷണം കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് സ്നേഹകങ്ങൾ. ഘർഷണം കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് സ്നേഹകങ്ങൾ. ഖരാവസ്ഥയിലുള്ള സ്നേഹകമാണ് ഗ്രാഫൈറ്റ്. ഖരാവസ്ഥയിലുള്ള സ്നേഹകമാണ് ഗ്രാഫൈറ്റ്. ഘർഷണം കുറയ്ക്കത്തക്ക വിധം വസ്തുക്കളുടെ ആകൃതി രൂപപ്പെടുത്തുന്ന രീതി അറിയപ്പെടുന്നത്. ഘർഷണം കുറയ്ക്കത്തക്ക വിധം വസ്തുക്കളുടെ ആകൃതി രൂപപ്പെടുത്തുന്ന രീതിയാണ് ധാരാരേഖിതമാക്കൽ. ഘർഷണം കുറയ്ക്കത്തക്ക വിധം വസ്തുക്കളുടെ ആകൃതി രൂപപ്പെടുത്തുന്ന രീതിയാണ് ധാരാരേഖിതമാക്കൽ. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് മാസാണ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് മാസ്. ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ. ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ഐസക് ന്യൂട്ടൺ ആണ്. ഐസക് ന്യൂട്ടൺ. ഭൂകേന്ദ്രത്തിൽ വസ്തുവിന്റെ ഭാരം എന്തായിരിക്കും? ഭൂകേന്ദ്രത്തിൽ ഒരു വസ്തുവിന്റെ ഭാരം എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഭൂകേന്ദ്രത്തിൽ ഒരു വസ്തുവിന്റെ ഭാരം എന്തായിരിക്കും? 0. ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് ധ്രുവ പ്രദേശങ്ങളിലാണ്. ഭൂകേന്ദ്രങ്ങളിൽ വസ്തുവിന്റെ ഭാരം എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഒരു വസ്തുവിന് ഏറ്റവും കുറവ് ഭാരം അനുഭവപ്പെടുന്നത് ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലാണ്. ഒരു വസ്തുവിന് ഏറ്റവും കുറവ് ഭാരം അനുഭവപ്പെടുന്നത് ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ. ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് ധ്രുവ പ്രദേശങ്ങളിൽ, ഏറ്റവും കുറവ് ഭാരം അനുഭവപ്പെടുന്നത് ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ, ഭാരം 0 ആയിരിക്കുന്നത് ഭൂകേന്ദ്രത്തിലാണ്. അടുത്ത ചോദ്യം, ഒരു വസ്തുവിന് ചന്ദ്രനിൽ അനുഭവപ്പെടുന്ന ഭാരം എന്ന് പറയുന്നത് ആ വസ്തുവിന്റെ ഭൂമിയിലെ ഭാരത്തിന്റെ 1/6 ഭാഗമായിരിക്കും.
ഒരു വസ്തുവിന് ചന്ദ്രനിൽ അനുഭവപ്പെടുന്ന ഭാരം എന്ന് പറയുന്നത് ആ വസ്തുവിന്റെ ഭൂമിയിലെ ഭാരത്തിന്റെ 1/6 ഭാഗമായിരിക്കും. ഗുരുത്വാകർഷണ ത്വരണത്തിന്റെ മൂല്യം G. ഗുരുത്വാകർഷണ ത്വരണത്തിന്റെ മൂല്യം എന്ന് പറയുന്നത് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഗുരുത്വാകർഷണ ത്വരണത്തിന്റെ മൂല്യം. 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിന്റെ കറക്കം ഏതു തരം ചലനമാണ്? മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിന്റെ കറക്കം എന്ന് പറയുന്നത് ഘൂർണന ചലനമാണ്. ഘൂർണന ചലനത്തിന് ഉദാഹരണമാണ് മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിന്റെ കറക്കം, ഘൂർണന ചലനം. ഒരു വലിയ ബലം ചെറിയ ഒരു സമയത്തേക്ക് പ്രയോഗിക്കുന്നത് ആണ് ആവേഗബലം. ആവേഗബലം എന്ന് പറയുന്നത് ഒരു വലിയ ബലം ചെറിയൊരു സമയത്തേക്ക് പ്രയോഗിക്കപ്പെടുന്നു, അതാണ് ആവേഗബലം. ആവേഗത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ സെക്കൻഡ് ആണ്. ആവേഗത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ സെക്കൻഡ്. ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന ദൃഢധന്തുക്കൾ. ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന ദൃഢദണ്ഡുകളാണ് ഉത്തോലകങ്ങൾ. ഉത്തോലകങ്ങൾ എന്ന് പറയുന്നത് ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന ദൃഢദണ്ഡുകളാണ്. ഉത്തോലക തത്വം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തോലക തത്വം ആവിഷ്കരിച്ചത് ആർക്കിമിഡീസ് ആണ്. ഉത്തോലക തത്വം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആർക്കിമിഡീസ്. ധാരം, യജ്ഞത്തിനും രോധത്തിനും ഇടയിൽ വരുന്ന ഉത്തോലകം. ധാരം, യജ്ഞത്തിനും രോധത്തിനും ഇടയിൽ വരുന്നത് 1ാം വർഗ ഉത്തോലകമാണ്. അപ്പൊ 1ാം വർഗ ഉത്തോലകത്തില് മധ്യത്തിൽ വരുന്നത് എന്താണ്? ധാരമാണ് മധ്യത്തിൽ വരുന്നത്. ഇനി രോധം, ധാരത്തിനും യജ്ഞത്തിനും ഇടയിൽ വരുന്ന ഉത്തോലകം ഏതാണ്? 2ാം വർഗ ഉത്തോലകമാണ്. അപ്പൊ 2ാം വർഗ ഉത്തോലകത്തിൽ മധ്യത്തിൽ വരുന്നത് എന്താണ്? രോധമാണ്. യജ്ഞം, രോധത്തിനും ധാരത്തിനും ഇടയിൽ വരുന്ന ഉത്തോലകം ഏതാണ്? 3ാം വർഗ ഉത്തോലകമാണ്. അപ്പൊ 3ാം വർഗ ഉത്തോലകത്തിൽ മധ്യത്തിൽ വരുന്നത് എന്തായിരിക്കും? യജ്ഞമാണ്. 1ാം വർഗ ഉത്തോലകത്തിൽ മധ്യത്തിൽ വരുന്നത് ധാരം, 2ാം വർഗ ഉത്തോലകത്തിൽ മധ്യത്തിൽ വരുന്നത് രോധം, 3ാം വർഗ ഉത്തോലകത്തിൽ യജ്ഞമാണ് മധ്യത്തിൽ വരുന്നത്. അടുത്ത ചോദ്യം, ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റം. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിന് ഉണ്ടാകുന്ന സ്ഥാനമാറ്റമാണ് ചലനം. നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ കുറിച്ചുള്ള പഠനമാണ് സ്റ്റാറ്റിക്സ്. നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ കുറിച്ചുള്ള പഠനം എങ്ങനെയാണ് അറിയപ്പെടുന്നത്? സ്റ്റാറ്റിക്സ്. ഞെട്ടറ്റ് വീഴുന്ന മാമ്പഴം ഏത് തരം ചലനമാണ്? ഞെട്ടറ്റ് ഒരു മാമ്പഴം വീഴുന്നു, അത് എന്ത് തരം ചലനമാണ്? നേർരേഖാ ചലനമാണ്. നേർരേഖാ ചലനം. കറങ്ങുന്ന പമ്പരത്തിന്റെ ചലനം. കറങ്ങുന്ന പമ്പരത്തിന്റെ ചലനം. കറങ്ങുന്ന പമ്പരത്തിന്റെ ചലനം ഭ്രമണമാണ്. ഭ്രമണം. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാനിന്റെ ദളങ്ങളുടെ ചലനം. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാനിന്റെ ദളങ്ങളുടെ ചലനം പരിക്രമണ ചലനമാണ്. പരിക്രമണ ചലനം. ഒരു കല്ലിൽ ചരട് കെട്ടി കറക്കുമ്പോൾ കല്ലിന്റെ ചലനം. ഒരു കല്ലില് ചരട് കെട്ടി കറക്കുമ്പോൾ കല്ലിന്റെ ചലനം ഏത് തരം ചലനമാണ്? വർത്തുള ചലനമാണ്. വർത്തുള ചലനം. ദൂരേക്ക് എറിയുന്ന കല്ലിന്റെ പതനം ഏത് തരം ചലനമാണ്? ദൂരേക്ക് എറിയുന്ന കല്ലിന്റെ പതനം ഏത് തരം ചലനമാണ്? വക്രരേഖാ ചലനമാണ്. വക്രരേഖാ ചലനം. അടുത്ത ചോദ്യം, പ്രവേഗത്തിന്റെ യൂണിറ്റ്. പ്രവേഗത്തിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. പ്രവേഗത്തിന്റെ യൂണിറ്റ് ഏതാണ്? മീറ്റർ പെർ സെക്കൻഡ്. വ്യോമയാന ഗതാഗത രംഗത്തും സമുദ്ര ഗതാഗത രംഗത്തും ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റ് നോട്ടിക്കൽ മൈൽ ആണ്. നോട്ടിക്കൽ മൈൽ. 1 നോട്ടിക്കൽ മൈൽ എത്ര കിലോമീറ്റർ ആണ്? 1 നോട്ടിക്കൽ മൈൽ എത്ര കിലോമീറ്റർ ആണ്? 1.852 കിലോമീറ്റർ ആണ് 1 നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത്. 1.852 കിലോമീറ്റർ ആണ് 1 നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത്. കപ്പലുകളുടെയും വിമാനങ്ങളുടെയും വേഗത അളക്കുന്നതിനുള്ള യൂണിറ്റ്. കപ്പലുകളുടെയും വിമാനങ്ങളുടെയും വേഗത അളക്കുന്നതിനുള്ള യൂണിറ്റാണ് നോട്ട്. യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന പ്രവേഗം. യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന പ്രവേഗമാണ് ത്വരണം.
യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന പ്രവേഗമാണ് ത്വരണം. ത്വരണത്തിൻ്റെ SI യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ നേർരേഖാ സമചലനത്തിനോ മാറ്റം വരുത്തുവാനുള്ള കഴിവില്ലായ്മ. ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ നേർരേഖാ സമചലനത്തിനോ മാറ്റം വരുത്തുവാനുള്ള കഴിവില്ലായ്മയാണ് ജഡത്വം. പ്രൊജക്ടൈലിന് പരമാവധി റേഞ്ച് ലഭിക്കുന്ന കോണളവ് എത്രയാണ്? പ്രൊജക്ടൈലിന് പരമാവധി റേഞ്ച് ലഭിക്കുന്ന കോണളവ് 45 ഡിഗ്രിയാണ്. 45 ഡിഗ്രി. ജഡത്വ നിയമം ആവിഷ്കരിച്ചത് ആരാണ്? ജഡത്വ നിയമം ആവിഷ്കരിച്ചത് ഗലീലിയോ ആണ്. ഗലീലിയോ. ചലിക്കുന്ന വസ്തുക്കൾക്ക് മറ്റു വസ്തുക്കളിൽ ആഘാതമേൽപ്പിക്കുവാനുള്ള കഴിവ്. ചലിക്കുന്ന വസ്തുക്കൾക്ക് മറ്റു വസ്തുക്കളിൽ ആഘാതമേൽപ്പിക്കുവാനുള്ള കഴിവാണ് ആക്കം. ചലിക്കുന്ന വസ്തുക്കൾക്ക് മറ്റു വസ്തുക്കളിൽ ആഘാതമേൽപ്പിക്കുവാനുള്ള കഴിവ് ആക്കം. നിശ്ചലാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഏത് വസ്തുവിൻ്റെയും ആക്കം എന്ന് പറയുന്നത് 0 ആയിരിക്കും. നിശ്ചലാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു വസ്തുവിൻ്റെയും ആക്കം എന്ന് പറയുന്നത് 0 ആയിരിക്കും. എല്ലാ പ്രവൃത്തിക്കും തുല്യവും വിപരീതവുമായ പ്രതിപ്രവൃത്തി ഉണ്ടായിരിക്കും. ഐസക് ന്യൂട്ടന്റെ എത്രാമത്തെ ചലന നിയമമാണിത്? 3-ാം ചലന നിയമമാണ്. എല്ലാ പ്രവൃത്തിക്കും തുല്യവും വിപരീതവുമായ പ്രതിപ്രവൃത്തി ഉണ്ടായിരിക്കും എന്നത്. പ്രസിദ്ധ ശാസ്ത്രജ്ഞൻ CV രാമന് നോബൽ സമ്മാനം ലഭിച്ചത് ഏത് വിഭാഗത്തിലെ കണ്ടുപിടുത്തത്തിനായിരുന്നു? ഭൗതിക ശാസ്ത്രമാണ്. പ്രസിദ്ധ ശാസ്ത്രജ്ഞൻ CV രാമന് നോബൽ സമ്മാനം ലഭിച്ചത് ഏത് വിഭാഗത്തിലെ കണ്ടുപിടുത്തത്തിനായിരുന്നു? ഭൗതിക ശാസ്ത്രം. പ്രകാശത്തെക്കുറിച്ചുള്ള പഠനമാണ് ഒപ്റ്റിക്സ്. പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം ഒപ്റ്റിക്സ്. കള്ളനോട്ട് തിരിച്ചറിയുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന കിരണം ഏതാണ്? കള്ളനോട്ട് തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അൾട്രാ വയലറ്റ് കിരണങ്ങളാണ്. കള്ളനോട്ട് തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന കിരണങ്ങൾ. മഴവില്ലിൽ ചുവപ്പ് നിറം കാണുന്ന കോൺ ഏതാണ്? മഴവില്ലിൽ ചുവപ്പ് നിറം കാണുന്നത് 42.8 ഡിഗ്രിയാണ്. മഴവില്ലിൽ ചുവപ്പ് നിറം കാണുന്ന കോൺ എന്ന് പറയുന്നത് 42.8 ഡിഗ്രി കോണാണ്. അവസാനത്തെ ചോദ്യം, കണ്ണിന് ഏറ്റവും സുഖകരമായ നിറം മഞ്ഞയാണ്. മഞ്ഞ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.